അങ്ങനെ നമ്മുടെ ടോണി മാമച്ചനോട് കുറേ മാപ്പൊക്കെ പറയുന്നുണ്ട്. അവൻ അറിയാതെ ചെയ്തു പോയതാണ്, അപ്പോൾ എന്തോ അവന് പറ്റിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മാമച്ചൻ പറയുന്നുണ്ട്, എടാ നീ എൻ്റെ മോൻ്റെ പത്ര പ്രായമേ ഉള്ളൂ, എനിക്കറിയാമായിരുന്നു നിൻ്റെ വിവരക്കേടുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യണേ, ഇല്ലെങ്കിൽ ഞാൻ പോലീസുകാരെ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ടോണി പറഞ്ഞു, ഇനി മേലെ ഞാൻ ആവർത്തിക്കില്ല, ഞാൻ നിങ്ങളുടെ ഒപ്പം എല്ലാറ്റിനും നിങ്ങളുടെ കൂടെ നിൽക്കാം, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരക്കുട്ടീനെ ഞങ്ങൾ എന്തായാലും കണ്ടെത്തി തരാം, അതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്ത് തരാം, അവൾ എവിടെ എത്താതെ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രണ്ടാളും കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ രോഹിത്തിനോട് ബബിത ചോദിക്കുന്നുണ്ട്, എടാ നിന്നെ തിരിച്ചെടുക്കാനാണോ അതോ പിരിച്ചു വിടാനാണോ അച്ഛൻ വിളിച്ചിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രോഹിത്ത് പറയേണ്ട അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് പേടിയില്ല, അലീന ചേച്ചി എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ധൈര്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീനയും രോഹിത്തും കൂടി നമ്മുടെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ മേലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ മേലെ പറഞ്ഞിട്ടുണ്ട്, ആ വിശ്വാസം കാത്ത് രക്ഷിക്കേണ്ടത് നിൻ്റെ ചുമതലയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രോഹിത്തിനെ അനുഗ്രഹിക്കുന്നുണ്ട്. ആയിക്കോട്ടെ അച്ഛൻ, ഞാൻ അതുപോലെ തന്നെ ചെയ്യാം, ഞാൻ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം കളഞ്ഞു കുടിക്കില്ല എന്നൊക്കെ നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വൈജ അങ്ങനെ ബാലചന്ദ്രൻ്റെ അവളുടെയും ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവൾ എത്ര സന്തോഷത്തോടു കൂടി കഴിഞ്ഞത്, ഇപ്പോൾ അവളുടെ ജീവിതം ഇങ്ങനെ ആയില്ല എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.